വെൽക്കം ടു റെയിൻബോ ഡ്രീംസ്. ഇന്ന് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സ്ക്രാപ്പ് ബുക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സ്ക്രാപ്പ് ബുക്കിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ബേസ് ഉണ്ടാക്കുന്നതെന്നും അതുപോലെ പേജസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നും ഒക്കെ കണ്ടതാണ്. നിങ്ങൾ ആരെങ്കിലും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഓരോ പേജസും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ പേജിൽ ഞാനൊരു ഗേൾ റിലേറ്റഡ് കോട്ടാണ് എഴുതുന്നത്. അതിന് മുമ്പ് നമുക്ക് ഒരു ഗേളിൻ്റെ പിക്ചർ വരയ്ക്കാം. ഞാൻ ഓൾറെഡി പെൻസിൽ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മെറ്റാലിക് പെൻസിൽ ഉപയോഗിച്ച് ഒരു കോട്ട് എഴുതി വയ്ക്കാം. ഇത് ഞാൻ തൃശ്ശൂർ എജുമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ടോട്ടൽ 10 ഷെയ്ഡ്സ് ഉണ്ട് ഇതിൽ. നല്ല ക്വാളിറ്റി സ്കെച്ച് പെൻസ് തന്നെയാണ്. നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാനും ചെറിയ പിക്ചേഴ്സിലൊക്കെ ഷെയ്ഡിങ് കൊടുക്കാനൊക്കെ നല്ലതാണ്. ഞാനൊന്ന് ബ്ലാക്ക് കളർ പെൻ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ബോണ്ട് പേപ്പറിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ചെറിയൊരു ബോർഡറോടുകൂടി ഇത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഡബിൾ സൈഡഡ് സ്റ്റിക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. ഡബിൾ സൈഡഡ് സ്റ്റിക്കർ യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്റ്റിക്കേഴ്സ് ഒന്ന് എംബോസ് ചെയ്ത് നിൽക്കും. സ്റ്റിക്കറിൻ്റെ വൈറ്റ് പോർഷൻ ഞാനൊന്ന് ഗോൾഡൻ ആക്കി കൊടുത്തു. ഇനി കുറച്ച് ബേബീസ് ബ്രെത്തിൻ്റെ പീസ് നമുക്ക് ഗേളിൻ്റെ ഹെയറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പേജ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് പേജ് ചെയ്യാം. സെക്കൻഡ് പേജിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസ് പേപ്പറിൽ കുറച്ച് വേർഡിങ്സ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഡബിൾ സൈഡഡ് സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഞാനത് വീട്ടിലുള്ള ഫ്ലവേഴ്സൊക്കെ ഡ്രൈ ആക്കി എടുത്തതാണ്. നമുക്കിനി ഇതൊരു വാഷി ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. സെക്കൻഡ് പേജ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് എടുക്കാം. നെക്സ്റ്റ് പേജിൽ നമുക്കൊരു വിൻറ്റേജ് എൻവലപ്പ് ഉണ്ടാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടീ ഡേ ചെയ്ത പേപ്പർ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3 സൈഡും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. മുകളിലത്തെ ഭാഗവും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. മടക്കിയ 3 സൈഡും നമുക്കിനി പശ വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ എൻവലപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എൻവലപ്പ് ഡബിൾ സൈഡഡ് സ്റ്റിക്കർ ഉപയോഗിച്ച് ആ പേജിലേക്ക് ഒട്ടിക്കാം. ഞാനൊരു ബലൂൺ ഷേപ്പിലുള്ള പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതും ഡബിൾ സൈഡഡ് സ്റ്റിക്കർ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഒരു യെല്ലോ കാർഡ്ബോർഡ് കിട്ടിയപ്പം ഞാൻ ജസ്റ്റ് ഒരു സ്മൈലി ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്ക് ഈ ലെറ്ററിൻ്റെ ഉള്ളിലേക്ക് അത് വെച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തേർഡ് പേജും സെറ്റായിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് പേജ് എടുക്കാം. ഈ പേജിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വിൻറ്റേജ് പേപ്പറിൽ ഒരു വേർഡിങ്സ് എഴുതിയെടുത്തിട്ടുണ്ട്. സൈഡ്സ് എല്ലാം ഞാൻ കൈകൊണ്ട് തന്നെ ടിയർ ചെയ്ത് കൊടുത്തതാണ്, അതിനൊരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിതും ഡബിൾ സൈഡഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ സ്റ്റിക്കറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പേജിൽ എഴുതാനുള്ള കോട്ടും ഞാനൊരു പേപ്പറിൽ എഴുതിയെടുത്തിട്ടുണ്ട്. നമ്മുടെ വേർഡിങ്സിന് ചേരുന്ന ഒരു പിക്ചറൂടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേർഡിങ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഈ പേജ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഈ പേജിൽ ഒട്ടിക്കാനുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കൊറിയറെല്ലാം കിട്ടുന്ന പേപ്പർ ജസ്റ്റ് ഒന്ന് ടീ ഡേ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പേപ്പർ ഞാനൊരു ഫ്ലവർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള 2 തണ്ടിലേക്ക് ഇത് ഒട്ടിച്ചെടുക്കാം.
സാധാരണ ഗം തന്നെയാണ് തണ്ടൊട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബട്ടൺ ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിനി ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഈ പേജ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് പേജ് ചെയ്യാം. നെക്സ്റ്റ് പേജിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്റ്റിക്കറിന് ചുറ്റും ഒരു സർക്കിൾ വരച്ചെടുക്കാം. നമുക്കൊരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാം. ഇതെൻ്റെ കയ്യിലുള്ള കുറച്ച് ഡ്രൈ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെയാണ്. നമുക്കിനി ഇത് സ്റ്റിക്കറിന് ചുറ്റും റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ബേബീസ് ബ്രെത്തിൻ്റെ ഫ്ലവേഴ്സും കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഡ്രൈ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഒട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പേജ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് പേജ് ചെയ്യാം. ഞാനൊരു ക്യാൻവാസ് പേപ്പറിൽ കീപ് സ്മൈലിംഗ് എന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതും കൂടെ ഒട്ടിക്കാം. ഇനി നമുക്ക് കോർണേഴ്സിൽ കുറച്ച് ഡെക്കറേറ്റീവ് ഡോയിലീസ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സൈഡിലായിട്ടൊരു ഫെദർ ഒട്ടിക്കാം. ആ ഫെദർ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റാർസിൻ്റെയും അതുപോലെ ഹാർട്ട് ഷേപ്പിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫൈനലി കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ലാസ്റ്റ് പേജ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്ക്രാപ്പ് ബുക്കിൻ്റെ എല്ലാ പേജസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് പേജ് സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് പേജ് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രാപ്പ് ബുക്ക് ടൈ ചെയ്ത് വെക്കാനുള്ള റിബൺസ് നമ്മൾ രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാറ്റിൻ റിബണാണ് എടുക്കുന്നത്. ശരിക്കും കുറച്ചുകൂടെ വീതിയുള്ള റിബണായിരുന്നു വേണ്ടത്. എൻ്റെ കയ്യിൽ അത്രയും വീതിയുള്ള റിബൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് സാറ്റിൻ റിബൺ ഒരുമിച്ച് ഒട്ടിച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് സ്ക്രാപ്പ് ബുക്കിൻ്റെ ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഈ റിബൺസ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പേജിന് കണക്കാക്കി ഒരു ക്യാൻവാസ് ഷീറ്റ് സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇതിൽ ഞാൻ 0.5 ഡിസ്റ്റൻസ് വിട്ടിട്ട് ജസ്റ്റ് ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലൈൻസിലൂടെയും ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ മടക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ലൈൻസ് പോലെ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ക്യാൻവാസ് ഷീറ്റിൽ 2 ലൈൻസ് എംബോസ് ചെയ്ത് നിൽക്കുന്നത് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വേർഡിങ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ ക്യാൻവാസ് ഷീറ്റിൽ തന്നെ എഴുതിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പം നമുക്ക് ആ റൈറ്റിംഗ് ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്ത് നിൽക്കുന്നത് പോലെ ഉണ്ടാവും. ഇത് ഞാൻ ക്യാൻവാസ് ഷീറ്റ് തന്നെ ടീ ഡൈ ചെയ്തെടുത്തതാണ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ടിയർ ചെയ്ത് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനൊരു ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ എന്തോ സാധനം വാങ്ങിയപ്പോൾ കിട്ടിയ പേപ്പറാണ്. ഞാൻ ഇത് വെച്ചിട്ടാണ് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ നമ്മൾ ആദ്യം പേപ്പർ മുറിച്ചെടുക്കുക. അതിനുശേഷം ഉള്ളിലേക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് പോവുക. ഇനി നമ്മുടെ പേപ്പറിൻ്റെ സൈഡിലൊക്കെ ഗം തേച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുരുട്ടി ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് സ്ക്രാപ്പ് ബുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഡ്രൈ ലീവ്സും കൂടെ ഒട്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 വാഷി ടേപ്പും കൂടെ ആ ലൈൻസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്ക്രാപ്പ് ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡിലും കൂടെ ഒരു സ്ക്വയർ ഷേപ്പ് ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 റിബണും കൂടെ ഒരുമിച്ച് കെട്ടിവെക്കാം. ഇപ്പം നമ്മുടെ സ്ക്രാപ്പ് ബുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ഇത് ചെയ്ത് നോക്കണം.
വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ. Ask the question, then you said it. Always saying things you're regretting. Can't erase the steps we've taken. Can't go back to the time and place we met. I was so upset, but you made it all better. Now it's messing with my head, yeah. We don't say goodbye the best. I still feel good.